ഹായ് നമസ്കാരം. ലളിതം സുന്ദരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കാലത്ത് ആധുനിക അമ്മമാർക്കും ആധുനിക മുത്തശ്ശിമാർക്കും ആഘോഷങ്ങളെക്കുറിച്ചോ അതിനോട് ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല എന്നത് സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുട്ടി അവൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ശനി ഞായർ ദിവസങ്ങളിൽ ലുലു മോളിൽ പോകണമെന്നും എന്തോ നോൺ ഐറ്റം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ മുത്തശ്ശി പറഞ്ഞു, മോനെ, ശനി ഞായറും ഒരിക്കലാണ്, അന്ന് ശിവരാത്രിയല്ലേ, നോണായിട്ടൊന്ന് കഴിച്ചുകൂടാന്ന്. കുട്ടി ജിജ്ഞാസയോടെ അതിനെക്കുറിച്ച് ചോദ്യങ്ങളായി. അമ്മയും മുത്തശ്ശിയും കുറച്ച് പരുങ്ങലിലുമായി. പിന്നെ കുട്ടിയുടെ ശ്രദ്ധ വേറൊരിടത്ത് തിരിയുകയും അങ്ങനെ അവർ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആധുനിക മുത്തശ്ശിമാർ എന്ന് പറയുന്നവർ മധ്യവയസ്കരായിരിക്കാം, റിട്ടയർഡ് ഉദ്യോഗസ്ഥകളായിരിക്കാം, പ്രവാസികളുമായിരിക്കാം. ഞാൻ ആധുനിക മുത്തശ്ശിമാർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും നെറ്റി തുളിക്കേണ്ട. കാരണം പഴയ കാലത്തെ മുത്തശ്ശിമാരുടെ രൂപമോ പ്രകൃതമോ അനുഭവ സമ്പത്തോ ഒന്നും ഇന്നത്തെ സ്ത്രീകൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആധുനിക മുത്തശ്ശിമാർ എന്ന് പറഞ്ഞത്. കാലം മുന്നോട്ട് കുതിക്കുമ്പോഴും എല്ലാ മതവിഭാഗങ്ങളിലും വ്രതങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കാറുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ച്. ഹൈന്ദവ സമൂഹത്തിൽ മറ്റു മതങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങൾ കൂടുതലാണ്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നുമില്ല. എന്തായാലും നാളെ ശിവരാത്രിയാണല്ലോ. ശിവപ്രീതിക്കായി ഭക്തർ നോക്കുന്ന മഹാവ്രതത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഐശ്വര്യം, അഭിവൃദ്ധി, ദാമ്പത്യ ഭദ്രത എന്നിവയ്ക്കായി ഉപവസിച്ച് ഉറങ്ങാതെ ശിവഭജനം നടത്തുന്ന മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. ശിവം എന്നാൽ മംഗളം എന്നർത്ഥം. ശിവമായ രാത്രി, മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. 1000 ഏകാദശിക്ക് തുല്യമാണത്രേ അര ശിവരാത്രി വ്രതം. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ദിനം വരാറുള്ളത്. കേരളത്തിൽ ആലുവ ശിവരാത്രി, വടക്കുംനാഥ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കാറുള്ളത്. ആലുവ ശിവരാത്രി എന്ന്, മണപ്പുറത്തെ ശിവരാത്രി എന്ന് കൊച്ചുകുട്ടികൾ പോലും കേട്ടിരിക്കും അല്ലേ? ശിവരാത്രി ദിനത്തിൽ ബലിതർപ്പണം ചെയ്യുന്നത് പൂർവികരുടെ അനുഗ്രഹം നേടിത്തരുമെന്നും പിതൃക്കൾക്ക് മോക്ഷവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. പല ഐതിഹ്യങ്ങളും ശിവരാത്രിക്കുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ അമൃത കുംഭമേള പാലാഴി മഥനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. അതുപോലെ പാലാഴി കടഞ്ഞപ്പോൾ കാളകൂട വിഷവും ഉയർന്നു വന്നു. ലോകരക്ഷാർത്ഥം ഭഗവാൻ അത് പാനം ചെയ്തപ്പോൾ ദേവി ഭഗവാന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വിഷം പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ വാ പൊത്തുകയും ചെയ്തത്രേ. ഭഗവാന്റെ രക്ഷാർത്ഥം പ്രാർത്ഥനയോടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദേവി ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്നു എന്നാണ് ഐതിഹ്യം. ഇങ്ങനെ പല പല ഐതിഹ്യങ്ങളും ശിവരാത്രിയെക്കുറിച്ചുണ്ട് കേട്ടോ. അർദ്ധരാത്രിയിൽ ഉയർന്നു വന്ന ജ്യോതിർലിംഗവും മറ്റൊരു ഐതിഹ്യമാണ്. അതുപോലെ അർദ്ധരാത്രിയിലാണത്രേ ശിവപാർവതി വിവാഹം നടന്ന മംഗള ദിനം. അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട്. അന്നേ ദിവസം നമശിവായ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും കൂവളമാല സമർപ്പിക്കൽ, കൂവളം കൊണ്ട് അർച്ചന, ധാര, മലർ നിവേദ്യം എന്നിവയൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. പകലും രാത്രിയും ഉറങ്ങാതെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താണ് പഞ്ചാക്ഷരി മന്ത്രം? ഓം നമഃ ശിവായ. അതിൻ്റെ അർത്ഥം ഞാൻ മംഗളകാരനായ ശിവനെ വന്ദിക്കുന്നു എന്നതാണ്. പഞ്ചാക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ന എന്ന് പറയുന്നത് ഭൂമിയെയും, മ ജലത്തെയും, ശി അഗ്നിയെയും, വ വായുവിനെയും, യ ആകാശത്തെയും റെപ്രസെന്റ് ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളാൽ ആവൃതമായ മനുഷ്യ ശരീരത്തെ ശുദ്ധീകരിക്കാനും നല്ല ചിന്തകളും പ്രവൃത്തികളും വഴി മനസ്സ് ശുദ്ധീകരിക്കാനുമാണ് നാം ഉപവസിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും ഉപവാസത്തിനും വ്രതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. റമദാൻ വ്രതം, ക്രിസ്ത്യൻ സമൂഹം നോക്കുന്ന നോയമ്പുകൾ, ഇവരെല്ലാം വളരെ നിഷ്ഠയോടെയാണ് അത് ആചരിക്കുന്നത് അല്ലേ? റമദാൻ വ്രതമൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. നമുക്ക് ഹിന്ദുക്കൾക്ക് മണ്ഡലമാസത്തിലെ വ്രതം,
ഹൈന്ദവ സമൂഹത്തിൽ വിശേഷ ദിനങ്ങളിൽ നാം മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു വ്രതങ്ങൾ വേറെയും. പുരാതനമായുള്ള നിഷ്ഠയനുസരിച്ച് വിശേഷ ദിനങ്ങൾക്കനുസരിച്ച് പൂർണ്ണ ഉപവാസമോ ഭാഗിക ഉപവാസമോ ഹിന്ദുക്കൾ ആചരിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ജിമ്മ്, ഡയറ്റിങ് ഒക്കെ ആയിട്ട് ഫാസ്റ്റിംഗ്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പുതുമയൊന്നുമല്ല. ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യ പരിപാലനത്തിനും ശരീരത്തിലെ വിഷാംശം നീക്കുന്നതിനും ഇന്ന് എല്ലാവരും ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ ആത്മീയമായ അച്ചടക്കം, ദൈവിക ചിന്ത, പ്രായശ്ചിത്തം എന്നിവ സാധ്യമായി നാം ശുദ്ധീകരിക്കപ്പെടും. നിശ്ചിത സമയത്തേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ആത്മസമർപ്പണം കൂടി നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ടെൻഷൻ അകറ്റി ഉന്മേഷം വീണ്ടെടുക്കാനും ഇടയ്ക്കിടെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ വളരെ ഗുണകരമാണ്. ധാർമ്മികത തീരെയില്ലാത്ത ഇക്കാലത്ത് വ്രതശുദ്ധിയെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വരും തലമുറയെ ബോധവൽക്കരിച്ചാൽ നന്മയുള്ള ഒരു സമൂഹം വാർത്തെടുക്കപ്പെടും. ഇപ്പൊ ശിവരാത്രിയെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും വ്രതത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ.